വീണ്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ പൗരാവകാശത്തിന് വേണ്ടി ആ ശക്തമായ ശബ്ദം ഉയരുകയാണ്. പാർലമെൻറ്റിലെ പാവങ്ങളുടെ ശബ്ദം എന്നത് ആം ആദ്മി പാർട്ടിയുടെ ആയ ശ്രീ രാഘവ് ചദ്ദയുടേതാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഒരു മന്ത്രിയോട് അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിക്കണം എന്ന് മനസ്സിൽ കരുതുന്ന കാര്യങ്ങളാണ് പലപ്പോഴും രാഘവ് ചദ്ദയിലൂടെ പാർലമെൻറ്റിൽ നമ്മൾ കേൾക്കുന്നത്. ഉപയോഗിക്കാത്ത മൊബൈൽ ഡാറ്റയ്ക്ക് നമ്മൾ എന്തിന് പണം നൽകണം? അല്ലെങ്കിൽ നമ്മുടെ പക്കലുള്ള നമുക്ക് അവകാശപ്പെട്ട ആ ഡാറ്റ അർദ്ധരാത്രി കട്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ എന്നാൽ ഉപയോഗിക്കാതെ പോയ ഡാറ്റ കൂടി മിച്ചമുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾക്ക് കൂടുതൽ വലിയ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. രാഘവ് ചദ്ദ നമ്മൾക്കായി പാർലമെന്റിൽ ചോദിച്ചതും ഇതുതന്നെയാണ്. ഉപയോഗിച്ച് തീരാത്ത മൊബൈൽ ഡാറ്റ അർദ്ധരാത്രിയിൽ അവസാനിക്കരുത്. ആ ഡാറ്റ റോൾ ഓവർ ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു ദിവസം ഉപയോഗിക്കാതെ ബാക്കി വരുന്ന ഡാറ്റ അടുത്ത ദിവസത്തെ കൂടി ലഭ്യമാക്കുന്ന രീതിയാണ് ഡാറ്റ റോൾ ഓവർ എന്നത്. ഇപ്പോഴത്തെ പല മൊബൈൽ പ്ലാനുകളിലും അർദ്ധരാത്രി കഴിയുന്നതോടെ ആ ദിവസത്തെ ബാക്കി ഡാറ്റ നഷ്ടപ്പെടുകയാണ് പതിവ്. ഇത് ന്യായമല്ല. നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നമോ സേവനമോ എപ്പോൾ ഉപയോഗിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കില്ലെങ്കിൽ അത് മൊബൈൽ കമ്പനികളുടെ കൊള്ളയാണ് എന്നാണ് രാഘവ് ചദ്ദ പറയുന്നത്. നിലവിലെ ഈ രീതി ശരിയല്ലെന്നും ഡാറ്റ ഉപയോഗിക്കാൻ ഉപഭോക്താവിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഈ സമ്പ്രദായം ഉടൻ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നും രാഘവ് ചദ്ദ അഭിപ്രായപ്പെട്ടു. എന്തായാലും രാജ്യത്തെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളെ ബാധിച്ചിരുന്ന 28 ദിവസത്തെ റീചാർജ് സംവിധാനത്തിൽ മാറ്റം വരികയാണ്. 30 ദിവസത്തെ വാലിഡിറ്റിയുള്ള പ്ലാനുകൾ അവതരിപ്പിക്കാൻ ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയായത് ആം ആദ്മി രാഘവ് ചദ്ദ നടത്തിയ ഇടപെടലോടെയാണ്. ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ രാഘവ് ചദ്ദ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് താനും പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു എന്ന അവകാശവാദവുമായി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ ഇടപെടൽ ഫലം കണ്ടെത്തി എന്നാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. 2025 ഡിസംബർ മാസം വിന്റർ സെഷനിലും 2026 മാർച്ച് മാസം ബഡ്ജറ്റ് സെഷനിലും ലോക്സഭയിൽ നടത്തിയ ഇടപെടലിന്റെ തെളിവുകൾ പങ്കുവച്ചായിരുന്നു ആ പോസ്റ്റ്. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടപെടൽ തുടരുമെന്നും ഈ അന്യായ സംവിധാനം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നവരെ വിഷയം ശക്തമായി ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണെന്നും 28 ദിവസത്തെ ബില്ലിംഗ് സംവിധാനത്തിലൂടെയുള്ള ഉപഭോക്തൃ ചൂഷണം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്നും കൂടെ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. അതേസമയം ആം ആദ്മിയുടെ രാഘവ് ചദ്ദ ആണ് ലോക്സഭയിൽ ഇതിനായി ഇടപെടലുകൾ നടത്തിയതെന്ന് ആ പോസ്റ്റിലെ കമന്റുകളിലൂടെ ആളുകൾ പറയുന്നു. വിഷയത്തിൽ രാഘവ് ചദ്ദ ലോക്സഭയിൽ നടത്തുന്ന പ്രസംഗത്തിന്റെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും സഭയിൽ അവതരിപ്പിച്ച് അത് നേടിയെടുക്കുമ്പോൾ ഇതേ കാര്യം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട്. ഇപ്പോഴത്തെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ അത്തരം ആളുകളെയാണ് ഓർമ്മ വരുന്നത്. സഭയിൽ എല്ലാ വിഷയങ്ങളും കാവ്യാത്മകമായ വാക്ചാതുര്യത്തോടെ അവതരിപ്പിക്കുന്ന ഒരു ആണ് രാഘവ് ചദ്ദ. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷവും ഭരണകക്ഷിയായ BJPയും കൈയടിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ മൊബൈൽ ഡാറ്റ പാക്കേജിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ് നൽകേണ്ടത്. അവ്യക്തമായ ഭാഷയിൽ എന്തെങ്കിലും പറയുകയും പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാത്തവരും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമായ ഒരു കാര്യമാണ്.